ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കന്യാശ്ശേരി മനയുടെ മുറ്റത്ത് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം രഘുവിനെ അനന്തമാഷിൻ്റെ ഫോൺ വരികയാണ്. അങ്ങനെ രഘു ആ ഫോൺ എടുത്തിട്ട് അമ്മാവ എവിടെ എത്തി? ഞാനിതാ പഞ്ചരത്നത്തിൽ വന്ന് കയറുന്നു. ആണോ? എങ്ങനെയാണ് വന്നത്? ആ മാഷിൻ്റെ കൂടെ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ പഞ്ചരത്നത്തിൻ്റെ 5 പെണ്ണുങ്ങളും ഉണ്ടല്ലോ, അവരും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അതായത് ദയയാണ് ഏറ്റവും ആദ്യം തുടക്കം ഇടുന്നത്. ദയ പറയണേ, അതെ നമ്മളെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് പോകുന്നത് വലിയ കഷ്ടമായി എന്ന് പറയട്ടോ. ഇതേ സമയം അതെന്താടി എന്ന് പറഞ്ഞ ഉടനെ തന്നെ മഞ്ചാടി പറയാണ്, അത് ഇറച്ചി മീനൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ മനുഷ്യൻ എത്രമാത്രം കഷ്ടപ്പെടുന്നു ഈ ഇറച്ചി മീനും കഴിക്കാൻ പറ്റാത്ത കാരണം. വെറും പച്ചക്കറി എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ ചീരി പറയണേ, നിനക്കൊരു പണി ചെയ്യാം, പുറത്ത് പോയിട്ട് എന്തെങ്കിലും നീ കഴിച്ചാൽ മതിയല്ലോ, അതോടുകൂടി പ്രശ്നം തീർന്നല്ല. അത് കേട്ടോടെ തന്നെ ദയ പറയണേ, എത്രയോ വെച്ചിട്ടാണ് പുറത്ത് പോയി കഴിക്കുക, അതൊന്നും നടക്കില്ല, വീട്ടിലുണ്ടാക്കുന്ന ആ രീതിയിൽ അങ്ങ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഉടൻ തന്നെ അനുപം പറയണേ, ഇവിടെ ഈ ഒരു മനയിലോട്ട് ഇറച്ചി മീനും കയറ്റില്ലെന്ന് മുത്തശ്ശിയും ഈ കുഞ്ഞമ്മയൊക്കെ തീരുമാനമെടുത്ത സ്ഥിതിക്ക് നമ്മളായിട്ട് അത് തെറ്റിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് നമ്മളും പച്ചക്കറി തന്നെ. ഇനിയിപ്പോൾ പഞ്ചരത്നത്തിൽ പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം എന്ന് പറയട്ടോ. ഇതേ സമയം ദയ പറയണേ, പഞ്ചരത്നത്തിൽ പോയി കഴിക്കാൻ അതൊന്നും നടക്കില്ല. ഇവിടുത്തെ ലീല ചേച്ചിയും അതുപോലെ വേറൊരാളും ഉണ്ടല്ലോ കാര്യസ്ഥനും, അയാളൊക്കെ ഇവിടുത്തെ ചായപ്പിൽ ഈ ഇറച്ചി മാംസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്ന കുഞ്ഞമ്മക്കും ഈ പറയുന്ന ദേവികമ്മക്കൊക്കെ കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്ന് പറയുന്നു. അവർ ഈ മനയിൽ വെച്ചിട്ട് അത്ര കഴിക്കറി എന്നൊക്കെ എങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അത് കേട്ട് അമ്പിളി പറയണേ, ആര് എവിടെ വെച്ച് കഴിച്ചാലും നീ ഇവിടെ ഇറച്ചി മീനും കഴിക്കില്ല, ഞാനായിട്ട് ഉണ്ടാക്കി തരില്ല എന്ന് പറയട്ടോ. അതിന് ഇവിടെയും നിങ്ങളുടെ ഭരണം തുടങ്ങിയോ, നിങ്ങൾ ഇവിടെയും വന്ന് ഭരിക്കൽ തുടങ്ങിയോ എന്ന് പറഞ്ഞുടൻ തന്നെ ചീര് പറയാണ്, അമ്പിളി ചേച്ചി ഭരിച്ചതല്ല, അമ്പിളി ചേച്ചി കാര്യം പറഞ്ഞതാണ്. നിനക്ക് ഇറച്ചി മീനും കഴിക്കണം എന്നുണ്ടെങ്കിൽ നീ അങ്ങ് ഉണ്ടാക്കി കഴിച്ചോ, അമ്പിളി ചേച്ചി ഉണ്ടാക്കി തരില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം ദയ പറയണേ, ഞാൻ എന്തായാലും ചായപ്പിൽ പോയിട്ട് ഉണ്ടാക്കി കഴിക്കുമെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന അനുഭവം പറയണേ, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറച്ചി മീനും കഴിക്കില്ല, ഞാൻ പഞ്ചരത്നത്തിലോ പുറത്ത് പോകുമ്പോഴൊക്കെ കഴിച്ചോളാം എന്ന് അനുഭവം പറയാം കേട്ടോ. അപ്പോഴാണ് രഘു അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇതേ സമയം അമ്മാവൻ അവിടെ എത്തിയിത്ര, അച്ഛൻ അവിടെ എത്തിയോ എന്നിങ്ങനെ അമ്പിളി ചോദിക്കും. അച്ഛൻ അവിടെ എത്തി. അപ്പം അനുപമയും ചീരും പറയാണ്, സമാധാനമായി അച്ഛൻ അവിടെ എത്തിയ സ്ഥിതിക്ക് എന്ന് പറയട്ടോ. ഇത് കേട്ട ദയ പറയാണ്, എന്തായാലും അവിടെ അച്ഛൻ എത്തിയത് നന്നായി. പഞ്ചരത്നത്തിൽ കന്യാശ്ശേരിയിൽ നിന്നും കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടല്ലോ, അതവിടെ ഇരിക്കുകയായിരുന്നു. നമ്മൾ ചെയ്ത വിഡ്ഢിത്തരം, അത് വല്ലാത്തൊരു വിഡ്ഢിത്തരമായി. എല്ലാവരും പോരുമ്പോൾ സ്വർണവും കൂടെ കൊണ്ടുവരണമായിരുന്നു എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന അമ്പിളി പറയണേ, എന്താടി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോൾ തന്നെ ദയ പറയാണ്, അല്ല ഈ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആളെ കൊല്ലാൻ പോലും മടിക്കില്ല, അച്ഛൻ മാത്രം അവിടെ നിൽക്കുന്നതും സേഫ് അല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ, എടി നീ എന്താടി പറയുന്നത് എന്ന് പറയുമ്പോൾ ദയ പറയണേ, ഞാനുള്ളത് പറഞ്ഞതാണ്, കാരണം അത്രയും സ്വർണ്ണങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കേട്ട് രഘു പറയണം, ഇന്നേ വരെ നമ്മുടെ പഞ്ചരത്നത്തിൽ ഒരു കള്ളം കയറിയിട്ടില്ല, പിന്നെയാണ് ഇപ്പോഴെന്ന് പറഞ്ഞേക്ക് ദയവരേന്. പഞ്ചരത്നത്തിലേ കള്ളം കയറാൻ ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇന്നുണ്ട്. ഇന്നുള്ളത് കൊണ്ട് തന്നെ കള്ളം കയറുമെന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ അമ്പിളി ചോദിക്കുകയാണ്, അതിന് പഞ്ചരത്നത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഇരിപ്പുണ്ടെന്ന് നമുക്കല്ലേ അറിയുള്ളൂ, അല്ലാതെ വേറെ ആർക്കും അറിയാനടി? അതൊന്നും പറയാൻ പറ്റില്ല, കള്ളന്മാരോട് മുഴുവൻ പാടി നടക്കുകയാണ്, അപ്പോൾ നമ്മുടെ പണി എന്നൊക്കെ ഇങ്ങനെ അമ്പിളി ചോദിക്കുമ്പോൾ ദയ പറയാണ്, ആരും പറയണ്ട, നമ്മളിൽ ആരെങ്കിലും ഒരാൾ അറിഞ്ഞാൽ മതിയല്ലോ, അറിഞ്ഞ ആളുകൾ അറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഉടൻ തന്നെ അമ്പിളി ചോദിക്കും, നീ ആരെയും ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ സാവിത്രി ആൻറ്റിയെ ഞാൻ ഉദ്ദേശിച്ചത്. അത് കേൾക്കുന്ന അനുപമക്ക് അങ്ങ് ദേഷ്യം പിടിക്കാനിട്ടോ. ദയ നിൻ്റെ വാക്കുകൾ അതിരി കിടക്കുന്നു, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? അത് കേട്ട ദയ പറയാ, അങ്ങനെ അങ്ങ് നിർത്താനൊന്നും പറ്റില്ല, എൻ്റെ മനസ്സമാധാനം എന്തായാലും പോയി. കാരണം പഞ്ചരത്നത്തിൽ ആ സ്വർണ്ണം ഒറ്റയ്ക്ക് വെക്കുന്ന ഒരു പേടിയാണ്, അതിപ്പോൾ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദയ അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ദയ ഉദ്ദേശിച്ചത് ആരെയാണെന്ന് രഘുവിന് ശരിക്കും മനസ്സിലായി. അങ്ങനെ എല്ലാവരും ഈ ദയയുടെ ഒരു കാര്യം വല്ലാത്തൊരു കഷ്ടം, ഇവളെ കൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായല്ലോ എന്നിങ്ങനെ ചീരുവും അനുപമയൊക്കെ പറഞ്ഞിട്ട് അവരും ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞ് അങ്ങ് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം അമ്പിളിയാണെങ്കിലോ ദയയെ കൊണ്ട് പൊറുതിമുട്ടി ഒരു സ്വസ്ഥതയും സമാധാനം ഇവൾ തരുന്നില്ലല്ലോ എന്നുള്ള ആ ലെവലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ രഘു കാണാൻ എന്തൊക്കെയാണ് ഇങ്ങനെ ചിന്തിക്കുന്ന കേട്ടോ. അപ്പോൾ അത് കാണുന്ന അമ്പിളി ചോദിക്കുക, രഘു ഏട്ടാ ദയയുടെ കാര്യം ആലോചിച്ചിട്ടാണോ? അതൊക്കെ പോട്ടെ, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് രഘു എന്ത് ചെയ്യുന്നു, ഇവരെല്ലാവരും വിളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. പിന്നീട് ദയ റൂമിൽ കിടക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ മഞ്ചാടിയും ഇവരുടെ റൂമിലുണ്ടല്ലോ. അപ്പോൾ മോൻ എവിടെ? മോന് ഉടൻ തന്നെ
മോനെ അവിടെ ചിരിച്ചേച്ചിയുടെ കുഞ്ഞുങ്ങളുടെ കൂടെ കിടന്നിരിക്കുകയാണ്. എന്താ പേടിച്ചിട്ടാണ്? അതൊന്നുമല്ല, എന്തായാലും ദയേച്ചി പെട്ടെന്ന് ഉറങ്ങാൻ നോക്കി, ഇനിയിപ്പോൾ ഓരോന്നിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു പേടി എൻ്റെ ദയച്ചേച്ചിയിൽ വേണ്ട എന്ന് പറഞ്ഞ ഉടൻ തന്നെ ദയ പറയണേ, നേരത്തെ കണ്ടു എന്ന് പറഞ്ഞത് അത് സത്യം തന്നെയാണ് എന്ന് പറയാൻ കേട്ടോ. കാരണം ഞാൻ കണ്ടു എന്ന് പറഞ്ഞതൊക്കെ സത്യമാണ്, പക്ഷേ ഇപ്പോഴെനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഇപ്പോഴും എൻ്റെ ഫുള്ള് മനസ്സ് പഞ്ചരത്നത്തിലാണ്. അതെന്തിനാ പഞ്ചരത്നത്തിൽ? ഈ ദയച്ചിക്ക് എന്താ വട്ടായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആടി വട്ടായി, നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് പഞ്ചരത്നത്തിൽ ആ സ്വർണ്ണാഭരണങ്ങൾ വെക്കാൻ പാടില്ലായിരുന്നു, വെച്ച് പോയതാണ് ഏറ്റവും വലിയ തെറ്റുണ്ടായത്. അതിന് എൻ്റെ ചേച്ചി അവിടെ അച്ഛനുണ്ടല്ലോ, അച്ഛനുണ്ടായിട്ടും ആരുണ്ടായിട്ടും കാര്യമില്ല. പഞ്ചരത്നത്തിൽ നിന്നും ആ സ്വർണം ആരെങ്കിലും മോഷിച്ച് കൊണ്ടുപോയാലോ ആർക്കും കിട്ടാതാവും, ആർക്കും അത് കിട്ടില്ല അത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ മഞ്ചാടി ചോദിക്കുക, അപ്പോൾ ചേച്ചിക്ക് ആരെങ്കിലും സംശയമുള്ളത് പോലെയാണല്ലോ ചേച്ചി സംസാരിക്കുന്നത്. എനിക്കൊരാളെ സംശയമുണ്ട്, പക്ഷെ ഞാനത് പറയുന്നില്ല, ഞാനത് പറഞ്ഞാൽ പിന്നെ പ്രശ്നമാകുമെന്ന് പറയാൻ കേട്ടോ. പിന്നീടാണെങ്കിൽ തമ്പായിയാണ് കാണിക്കുന്നത്. തമ്പായി അവിടെ പണിയെടുക്കുന്നവരോടൊക്കെ ചോദിക്കുകയാണ്, ആനന്ദനും മക്കളൊക്കെ എന്ത് പറയുന്നു, ഊണൊക്കെ കഴിച്ച ആനന്ദൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ ലീല പറയാണ്, ഇല്ല കഴിച്ചില്ല എന്ന് പറയാനിട്ട് ആനന്ദൻ ഊണ് കഴിക്കാൻ പോലും നിൽക്കാതെ അവിടെ നിന്നും പോയി. അപ്പോൾ തമ്പായി പറയാണ്, ഊണ് കഴിക്കില്ല, അവൻ അവിടെ നിലമുറക്കില്ല, കന്യാശ്ശേരി മനയിൽ കാല് കുത്താൻ കഴിയില്ല, ഒരു കാവൽ നയ ആക്കി കൊടുക്കുന്നത് പോലെ പെമ്മക്കളെ അവിടെ ഇട്ടുകൊടുക്ക് പോവാനാണ് ആനന്ദന് കഴിയുള്ളൂ എന്ന് പറയാനിട്ടാ. ഇതേ സമയം അല്ല ലീല, എൻ്റെ ഉപാസനാമൂർത്തികൾ അവിടെ പണി തുടങ്ങിയോ എന്ന് ചോദിച്ചുടനെ ഇന്നൊരു പണിയുണ്ടായി. ദയ എന്ന് പറയുന്ന പെണ്ണ് പാമ്പിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിലവിളിയായിരുന്നു. അത് കേൾക്കുന്ന തമ്പായി അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. ആദ്യം ഭയപ്പെടുത്തൽ, പിന്നീട് ദർശനം, പിന്നീട് ദംശനം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാവണം കേട്ടോ. ഈ ദേവകി അമ്മ എന്നോടാണ് കളിച്ചിരിക്കുന്നത്, എൻ്റെ കാൽക്കൽ മാപ്പ് പറഞ്ഞ നാളുകൾ ഉണ്ടായിരുന്നു, ഇനിയും അവർ മാപ്പ് പറയേണ്ടി വരും. കാരണം അനന്തനെയും മക്കളെയും കൊണ്ടുവന്നത്, അനന്തൻ്റെയും മക്കളുടെയും ആരെങ്കിലും ഒരാളുടെ ജീവൻ അങ്ങ് നഷ്ടപ്പെട്ട ദേവകി അമ്മക്ക് ഇനി കുറ്റബോധം തോന്നിത്തുടങ്ങും. അതുകൊണ്ട് ദേവകി അമ്മ എൻ്റെ കാല് പിടിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നീട് കാര്യസ്ഥനോട് ചോദിക്കുകയാണ്, ദേവകിയമ്മ വിളിച്ചിരുന്നു? വിളിച്ചിരുന്നു, അവർക്കൊക്കെ സുഖമല്ലേ, നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് യാതൊരു കുറവും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവകിയമ്മ വിളിച്ചിരുന്നു എന്ന് പറയാം കേട്ടോ. ഇപ്പോൾ എനിക്ക് വിളിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ നിങ്ങളെ രണ്ടുപേരല്ലേ അവർക്ക് വിശ്വാസമുള്ളൂ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും നിങ്ങളിലൂടെ വേണം എനിക്ക് പഞ്ചരത്നത്തിൽ 5 പെണ്ണുങ്ങളെയും തമ്മി കടി കൂടി തെറ്റിക്കുന്ന ആ സീനുണ്ടാക്കാം, അത് നിങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ തമ്പായി അങ്ങ് സാക്ഷാൽ തമ്പായി അല്ലേ, അങ്ങയുടെ കൂടെ എന്ത് പറഞ്ഞാലും നിന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ അതിൽ കാര്യം, എന്താ നിങ്ങൾ പറയുന്നത്, അതുപോലെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുമ്പോൾ തമ്പായി പറയണം, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം വാ എന്ന് പറഞ്ഞിട്ട് എന്ന് എൻ്റെ മാളികയിലാവട്ടെ നിങ്ങളുടെ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ അവർക്കത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ്. പിന്നീടാണെങ്കിൽ ഒരു ജീപ്പാണ് കാണിക്കുന്നത്. ആ ജീപ്പ് ഇങ്ങനെ പഞ്ചരത്നത്തിൻ്റെ മുറ്റത്ത് നിർത്തിയിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നുണ്ട്, ആളാരാണെന്ന് കാണിക്കുന്നില്ല. പിന്നീട് ഇരുട്ടത്തൂടെ ആ ആൾ നേരെ പോകുന്നത് ലക്ഷ്മിയുടെ ഫോട്ടോയുടെ അടുത്ത് വെച്ചിരിക്കുന്ന ആ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാനാണ് കേട്ടോ. എന്നിട്ട് ആ സ്വർണ്ണാഭരണങ്ങൾ എടുത്തിട്ട് ജീപ്പിൻ്റെ ഡോറ് തുറന്നിട്ട് ആ ഒരു വണ്ടിയിലോട്ട് വെക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന ഒരു രഘുവിനെയാണ്, അതായത് ആ സ്വർണം വെച്ചിരിക്കുന്നത് രഘുവിൻ്റെ വണ്ടിയിലോട്ടാണ്. അങ്ങനെ ഇങ്ങനെ മനസ്സുകൊണ്ട് രഘു പറയാണ്, പഞ്ചരത്നത്തിലെ പെണ്ണുങ്ങൾക്ക് കിട്ടിയ കന്യാശ്ശേരിയിലെ ഈ സ്വർണ്ണമുണ്ടല്ലോ അതിനി എൻ്റെ കൈക്കുള്ളിൽ എന്ന് പറഞ്ഞ് രഘു ഇങ്ങനെ ഒരു പഴയ രഘുവായി, ഒരു വില്ലൻ രഘുവായി മാറുന്ന ആ ഒരു സീനാണ് കേട്ടോ. എന്നാൽ ഇതൊക്കെ കണ്ടത് ദയ ആയിരിക്കും. ദയ സ്വപ്നം കണ്ട് എണീറ്റ് ഉറക്കി അലറി വിളിച്ച് കരയണം, അയ്യോ അയ്യോ എന്ന് പറയണേ. അപ്പോൾ തന്നെ മഞ്ചാടി എന്താ ചേച്ചി എന്താ കണ്ടത്, എന്ത് സ്വപ്നമാണ് കണ്ടതെന്ന് പറയുമ്പോൾ അതൊക്കെ പറയാമെന്ന് പറയും. കട്ടിലിൽ നിന്ന് ചാടി എണീച്ച് രഘു അമ്പിളിയും കിടക്കുന്ന റൂമിൽ അമ്പിളി ചേച്ചി എന്ന് പറഞ്ഞ് കഥക് തട്ടുമ്പോൾ അതിൽ നിന്ന് തുറക്കുന്ന അനുപമയും ചീരവും അമ്പിളിയായിരിക്കും. അത് കേട്ടപ്പോൾ അത് കണ്ടപ്പോൾ ദയക്ക് സംശയം ഉറപ്പിച്ചു, എൻ്റെ രഘുവേട്ടൻ ഇവിടെ ഇല്ല, തീർച്ചയായും രഘുവേട്ടൻ കക്കാൻ പോയിരിക്കുകയാണെന്ന് ഉറപ്പിച്ചുകൂട്ടാ. അപ്പോൾ ഉടൻ തന്നെ അമ്പിളിയോട് ചോദിക്കുകയാണ്, അമ്പിളി ചേച്ചി രഘുവേട്ടൻ എവിടെ, എന്താണ് നീ ഇങ്ങനെ ചോദിക്കുന്നത്, എന്താണ് നിൻ്റെ പ്രശ്നം, അല്ല ഇവിടെ കിടന്നിരുന്ന അമ്പിളി ചേച്ചി രഘുവേട്ടനായിരുന്നല്ലോ, പിന്നെ നിങ്ങളൊക്കെ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിനക്ക് ഞങ്ങളെത്തിയതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം, രഘുവേട്ടനെ നീ എന്താണെന്ന് തിരക്കുന്നത്, അല്ല രഘുവേട്ടൻ എവിടെ എന്ന് വീണ്ടും ദയ എങ്ങനെ ചോദിക്കുമ്പോൾ അമ്പിളി പറയാണ്, ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് രഘുവേട്ടൻ മുറ്റത്ത് പോയി കിടന്നിരിക്കുകയാണ്, അവിടെ ബാൽക്കണിയിൽ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് പറയാം കേട്ടോ. അവിടെയുണ്ടോ, എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് രഘുവിനെ തിരക്കി രഘുവിൻ്റെ മുന്നിലോട്ട് ഓടിച്ചെല്ലുമ്പോൾ രഘു അവിടെ പുതച്ച് മൂടി കിടക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ട ഉടൻ തന്നെ
അമ്പിളി പറയാണ് രഘുട്ട ഒന്ന് എണീറ്റേ, ഈ ദയ എന്തൊക്കെ പിച്ചും പറയുന്നു, അവൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചതുപോലത്തെ പെരുമാറ്റമാണ് അവൾ കാട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രഘു ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം എന്ത് പറ്റി ദയേ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, എന്താടി നിനക്ക് പറ്റിയത്, എന്താണെങ്കിലും തുറന്നു പറയുന്ന അനുഭവം പറയണേ. അപ്പോൾ ഉടൻ തന്നെ എന്താ പറയുമെന്ന് ചീരുവിൻ പറയാണ്. അപ്പോൾ പറയണേ അതേ ഒരു പ്രശ്നമുണ്ടല്ലേ. എന്ത് പ്രശ്നം? അത് സ്വർണ്ണങ്ങൾ നമ്മുടെ പഞ്ചരത്നത്തിൽ നിന്ന് കള്ളം കട്ടുകൊണ്ടു പോയിരിക്കുന്നു. നീ സ്വപ്നം കണ്ട് ഓരോ പിച്ചും പറയുന്നതിന് എന്തിനാണ് നീ രഘുവേട്ടനെ വിളിക്കുന്നത്, രഘുവേട്ടൻ എന്തിനാ വിളിക്കുന്നതെന്ന് അമ്പിളി വീണ്ടും ചോദിക്കുമ്പോൾ അവിടെ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കണം കേട്ടോ. എന്നിട്ട് ദയവ് പറയണം, അതെ രഘുവേട്ടനെ വിളിച്ചത് നമ്മുടെ അച്ഛൻ്റെ സ്ഥാനത്ത് ഇന്ന് രഘുവേട്ടനാണ് അവിടെ കിടന്നിരുന്നത് എൻ്റെ സ്വപ്നത്തിൽ. അപ്പോൾ രഘുവേട്ടൻ ഈ കള്ളൻ സ്വർണം കൊണ്ടുവന്നു ഒന്നും രഘുവേട്ടൻ അറിഞ്ഞില്ല എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന രഘുവിന് കാര്യം മനസ്സിലായി, ദയയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലായിട്ടാ. അങ്ങനെ ഈ സമയം മഞ്ചാടി പറയണ വാ നമുക്ക് കെടുക്കാൻ ദയ, ചീനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ അപ്പോഴും രഘുവിനെ തന്നെ അങ്ങനെ ദയ തുറിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് കാര്യം എന്താണെന്ന് ദയയുടെ ആ മനസ്സിലിരിപ്പ് എന്താണെന്ന് രഘു മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ദയയും കൊണ്ട് മഞ്ചാടി റൂമിൽ ചെന്നിരിക്കുകയാണ്. പിന്നീട് രഘുവും അമ്പിളി മാത്രം അവിടെ ആവുകയാണ്. അപ്പോൾ അമ്പിളി ദയയുടെ ഒരു കാര്യം അവൾ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ കാട്ടുക എന്നിങ്ങനെ രഘുവിനോട് ചോദിക്കുമ്പോൾ അവൾക്കൊരു പാഠം പഠിപ്പിച്ച് കൊടുക്കുക തന്നെ വേണമല്ലോ. അവളുടെ ഈ സ്വഭാവം കാരണം മറ്റുള്ളവരൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട്, അതുകൊണ്ട് അവൾക്കൊരു തിരിച്ചടി കൊടുക്കണമെന്നിങ്ങനെ രഘു പറയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ശബരിയെയും രാമനാഥനെയാണ്. അവർക്ക് ഇങ്ങനെ ചായ കൊടുന്നു കൊടുക്കുകയാണ് അനിത. അപ്പോൾ ഉടൻ തന്നെ രാമനാഥൻ ചോദിക്കുന്നുണ്ട് എവിടെ വാസന്തിയും ധനനും എന്ന്. അപ്പോൾ ഉടൻ തന്നെ അനിത പറയാണ് അവർ പൂജയ്ക്ക് പോയിരിക്കുകയാണ്, വണ്ടി പൂജിക്കാൻ. അപ്പോൾ ഉടൻ ശബരി പറയണേ എന്തായാലും അവരുടെ നിരപരാധിത്വം അവർ തെളിയിച്ചു, അതുകൊണ്ട് ഇനി അച്ഛാ ധനേട്ടനെ അങ്ങനെ ചോദ്യം ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അത് കേൾക്കുന്ന രാമനാഥൻ പറയണം അങ്ങനെ അങ്ങ് ഈ കേസ് വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ തന്നെ അനിത പറയാണ് എന്തായാലും അവരുടെ കയ്യിൽ 1 ലക്ഷം അവരെടുത്തിട്ടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങ് വിട്ടേക്ക്, വെറുതെ ഇതിൻ്റെ പേരിൽ ഇനി ഒരു ചോദ്യം ചെയ്യലോ ഒന്നും വേണ്ട, ശബരി പറഞ്ഞതാണ് ശരിയെന്ന് പറയട്ടോ. ഇതേ സമയം രാമനാഥൻ പറയണേ അവരുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട് എന്നൊക്കെ പറഞ്ഞതൊക്കെ ശരി തന്നെ ആയിരിക്കാം, ഞാൻ എൻ്റെ മകളെ ഒരിക്കലും തള്ളിപ്പറയൊന്നുമില്ല, പക്ഷേ എൻ്റെ മകൾ ചെയ്യുന്ന ചില നേരത്തെ പ്രവൃത്തികൾ അത് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല, അത്രയേ ഉള്ളൂ, അത്രയും ഞാൻ ചെയ്തുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ശബരി പറയണം അച്ഛൻ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ധനേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഏകദേശം നമുക്ക് മനസ്സിലായി. അപ്പോൾ ധനേട്ടൻ ഇനിയിപ്പോൾ ഒരു വണ്ടിയും വെച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്താൽ അത് പൊട്ടിപ്പാളീസാവുള്ളൂ, ധനേട്ടൻ അതിന് കഴിയില്ല, അതുകൊണ്ട് കമ്പനിയോട്ട് എന്നെ തിരിച്ച് വിളിച്ചെങ്കിലോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നിന്നെ ഇഷ്ടം എന്താ ചെയ്തോ എന്ന് പറയാനിട്ടാ. ഇതേ സമയമാണ് മുറ്റത്ത് ഇവർ വന്നിരിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ അനിത ഉള്ളിലോട്ട് കയറിപ്പോവാണ്. എന്നാൽ ഈ സമയം വാസന്തി ബൈക്കിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പറയുകയാണ് എന്തായാലും പൂജയൊക്കെ കഴിഞ്ഞ് ഇനി എന്താ വാസന്തി ഞാൻ വേണ്ടത്, വണ്ടി ഒന്ന് കിഴക്കോട്ട് തിരിച്ചിട്ടാണ്, എന്തിനാണ് കിഴക്കോട്ട് തിരിച്ചിട് അങ്ങനെ ഒരു ശാസ്ത്രമുണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ വണ്ടി തിരിച്ചിടും. ആടി എനിക്ക് മനസ്സിലായടി, പുതിയ വണ്ടിയാണെന്ന് ആളുകൾ കാണാൻ വേണ്ടിയിട്ടല്ലടി നീ കിഴക്കോട്ട് തിരിച്ചിട്ടത് എന്നിങ്ങനെ വാസന്തിയോട് പറയുമ്പോൾ വാസന്തി പറയണം അങ്ങനെ ആവാം. വാസന്തി പറഞ്ഞ ഉടൻ തന്നെ ധനം പറയണം അങ്ങനെ ആവാം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.